രണ്ടുപേരും ചേർന്ന് നമ്മുടെ സ്വന്തം വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു വില്ലേജിലെ ഒരു വീട്ടിലാണ് വിവേകാനന്ദന്റെ നാട്. ഇവിടെ ആശംസകൾ നേരുവാൻ വേണ്ടി ഒത്തിരി പേര് എത്തിയിട്ടുണ്ട്. നമുക്കത് കുറേ സാറിന് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സസ്പെൻസ് ഞാൻ വരുന്നതിന് പോലെ പൊളിച്ചു, പല രീതിയിൽ പൊളിഞ്ഞു. ആദ്യം തന്നെ ആൾട്ടർ ഫിലിം എന്ന് പറഞ്ഞിവിടെ കാണിച്ചു. അത് മാത്രമല്ല ഇവിടെ ചാക്കോച്ചനും എല്ലാവരും പറഞ്ഞു. സത്യത്തില് നമ്മളെല്ലാവരും അത്ഭുതം. ഷൈന എന്നോട് ഷൂട്ടിങ്ങിന് ഇടയിൽ പറഞ്ഞത് ഞാൻ അഭിനയിക്കുന്ന 100ാമത്തെ സിനിമയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 38 വർഷമായി സംവിധായകനായിട്ട് ഇതുവരെ 48 സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ഇവിടെ ലാലു പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. കാരണം ഈ സംവിധായകർക്ക് ഇത് ഒരു പ്രശ്നമാണ്, ആക്ടേഴ്സിന് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. കാരണം അവരുടെ ഈ ഫിലിമോഗ്രാഫിയിൽ ഇങ്ങനെ എഴുതി ചേർക്കാനായിട്ട് ഒരുപാട് സിനിമ കിട്ടും. അപ്പോൾ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു, ആക്ടറായിട്ട് പല രീതിയിലുള്ള വേഷങ്ങൾ ചെയ്തു. ഇപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാനിതുവരെ 100 ചില സിനിമകളായിട്ടുള്ളൂ. അതിന് കാരണം വെച്ചാൽ ഷൈൻ ചെറുതും വലുതുമായിട്ടുള്ള ഏത് റോളും ചെയ്യും. അതിനകത്ത് യാതൊരു ഇമേജ് നോക്കലൊന്നുമില്ല. അപ്പം അതുകൊണ്ടും കൂടിയാണ് അതിൻ്റെ ഒരു സന്നദ്ധമായിട്ടുള്ളത്. എനിക്ക് കിട്ടുന്ന ഏത് റോളാണ് ഞാൻ ചെയ്യാന്നുള്ളത്, അത് കോൺഫിഡൻറ്റോട് ചെയ്യാം. അല്ലാതെ അവരുടെ ഓടുകയാണ്, ഓരോ പടത്തിൽ അഭിനയിക്കാൻ ഓടുകയാണ്, ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് ഷൈൻ. അപ്പോൾ നമ്മുടെ 100ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഷൈനെ സംബന്ധിച്ചുള്ള അത്ഭുതമല്ല. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്കിലൊക്കെ എന്തൊക്കെയാണ് വലിയ വലിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ജൂനിയർ NTR പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, വലിയ വലിയ റോളുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടില്ല, അതങ്ങ് പോകും. ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം, ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെക്കാൾ വലിയ സംവിധായകരായി മാറിയ ഒരുപാട് പേരുണ്ട്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതുപോലെ തന്നെയാണ് നടന്മാർ, ഹീറോസായിട്ട്. ഇപ്പം ദിലീപിൻ്റെ കാര്യം പറഞ്ഞു, എൻ്റെ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വന്നു. ദിലീപ് ആദ്യം ഹീറോയി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു, പിന്നെ എൻ്റെ സിനിമയിൽ ഹീറോയായിട്ട് അഭിനയിച്ചു. ആ സിനിമകൾ വലിയ ഹിറ്റായി, അതൊരു ഭാഗ്യമാണ്. അതിനുശേഷം ഷൈൻ. ഇപ്പം സൗബിൻ എൻ്റെ ഒരു പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് സൗബിൻ്റെ വാപ്പ നിർമ്മിച്ച സിനിമയാണ്, ബാബു ഷാൻ നിർമ്മിച്ച സിനിമയാണ്. ആ സിനിമയുടെ കാര്യം പറഞ്ഞു, ഓട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അങ്ങനെ ഓടി സൗബിൻ പല സിനിമകളിലും അഭിനയിച്ചു, സംവിധാനം ചെയ്തു സിനിമ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പറവ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട്. കാരണം ആദ്യത്തെ സിനിമ എന്ത് മനോഹരമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നു. അപ്പം എൻ്റെ കൂടെ പഠിച്ചതിൽ ഒരു സിനിമയിലെങ്കിൽ പോലും കുറച്ചുള്ളെങ്കിൽ പോലും സൗബിനെ കഴിവുള്ളൂ. പക്ഷെ അതിനുശേഷം സൗബിൻ രാജുവിനെ പോലെ വലിയ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരോട് വർക്ക് ചെയ്തു. അപ്പോൾ എല്ലാ മേഖലയിലും തിളങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്കിത് എങ്ങനെയും ചടങ്ങ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം സൗബിനെ നമ്മൾ തീർച്ചയായിട്ടും ഈ 100ാം സിനിമയുടെ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ വേദിയിൽ വെച്ചിട്ട് സൗബിനോട് ആദരിക്കാതൊക്കെ പറയുന്നത് പോർ പരിപാടിയായിരുന്നു. കാരണം അങ്ങനെയല്ല, ആദരിക്കല്ല, ഷൈനോടൊപ്പം നമ്മളെല്ലാവരും കൂടി പങ്കുചേരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ കിട്ടുന്നതാണ്. എൻ്റെ സിനിമയിൽ ഷൈനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആദ്യം ഞാൻ അവരെയൊക്കെ വിളിക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരെയും വിളിക്കുന്നതിന് മുമ്പ് ഷൈൻ്റെ ഡാഡിയും മമ്മിയുണ്ട്, അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചാക്കോനെയും കരിയ ടീച്ചറെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാരണം വിവേകാനന്ദന്റെ ഈ കുടുംബത്തിലേക്ക്, കമൽ സാറിന്റെ കുടുംബത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷൈൻ ടോം ചാക്കോയുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ ചാക്കോ സാറിനെയും മരിയ ടീച്ചറെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവർ ഈ വേദിയിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. അതായത് എൻ്റെ വൈഫ് പൊന്നാനി MS കോളേജിൽ അധ്യാപികയായിരുന്നു, ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു. വൈഫിന് ജോലി കിട്ടി. അപ്പോൾ ഞാനന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഞാൻ ഡയറക്ടറായിട്ടില്ല. ആദ്യം ജോലി കിട്ടി, കോളേജ് കഴിഞ്ഞ് ഇറങ്ങി നേരെ ജോലി കിട്ടുകയാണ്. പൊന്നാനി MS കോളേജിൽ വന്ന് ഞങ്ങളൊരു വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടിൽ തൊട്ട വീടായിരുന്നു ഇവർ ചാക്കോ ടീച്ചർ താമസിച്ചിരുന്ന വീട്. ഷൈൻ എന്ന ചെറിയ കുട്ടിയാണ്. പിന്നെ അതിനുശേഷം എനിക്ക് കുട്ടിയുണ്ടായി, ജനൂസ് മുഹമ്മദ് എൻ്റെ മകൻ. ഇവർ രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു, ഷൈനും ജനൂസും. ജനൂസിനോട് വരാൻ പറ്റില്ല, കാരണം ജനൂസ് ഇപ്പോൾ തെലുങ്ക് കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ നാളെ അവിടെ ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് അവരോട് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ കളിക്കൂട്ടുകാരായിരുന്നു. ഷൈനും ജനൂസും ഒരുമിച്ച് കളിക്കുക, ഇവരെ വീട്ടിലേക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ തുടങ്ങിയ ഒരു വലിയ ബന്ധമാണ് ചാക്കോ ടീച്ചറുമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഷൈനും 100 സിനിമ തേക്കും. അത് എൻ്റെ സിനിമയിൽ തന്നെ ആകാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു.
കാരണം ഷൈൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അന്ന് നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ വന്നു. അതിനുശേഷം ഗദ്ദാമ എന്ന് പറയുന്ന സിനിമ 2011 റിലീസ് ചെയ്യുന്നത്. ഈ 2011 ശേഷം ഇപ്പോൾ 13 വർഷത്തിനുള്ളിലാണ് 100 സിനിമ തയ്ച്ചിട്ടുള്ളത് കൂടി ആലോചിക്കും. അങ്ങനെ ഈ വലിയ എന്താ പറയുക ഒരു മൈൽ സ്റ്റോൺ നമ്മൾ പറയുന്നത്, ഈ മൈൽ സ്റ്റോൺ 3 എൻ്റെ സിനിമയിലായത് എനിക്കൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ നമുക്ക് ഷൈൻ്റെ ഈ എന്താ പറയുക ഈ സന്തോഷം പങ്കുവെക്കുന്ന വേദിയിൽ അതിനു മുമ്പ് നമ്മൾ ക്യാമറമാരെ ടീച്ചറിന്റെ വാക്ക് ഒന്നുമില്ല. കാത്തിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ കുറിച്ച് നിങ്ങളുടെ എന്ത് പറയുന്നു എന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ. ഒരു വാക്ക് ടീച്ചർമാര് പറയട്ടെ കേട്ടോ. എല്ലാവർക്കും പ്രത്യേകമായ നമസ്കാരം. ഈ സിനിമയിലെ ഷൈനെ നായകനായിട്ട് ചെയ്യാൻ പറ്റിയതിന് വളരെ സന്തോഷം. എന്നെ വിളിച്ചതിന് സന്തോഷം. ഈ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിന് കൂടുതൽ നന്ദി പറയുന്നു. ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ സിനിമ ഏറ്റവും വൈറലായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു. പടത്തിലാണ് ഷൈൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഗദ്ദാമ അത് 1ാമത്തെ ചിത്രം. 100ാമത്തെ ചിത്രമാണ് വിവേകാനന്ദമായിട്ടുള്ളത്. അതും കമലിന്റെ പടത്തിലാണ്. 1 മുതൽ 100 വരെ കമലിന്റെ പടത്തിലാണ് ഷൈൻ അഭിനയിച്ചിട്ടുള്ളത്. 1 മുതൽ 0. അപ്പൊ അങ്ങനെ ഈ പടം നന്നായി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചാക്കോ സാർ ഇത്രയും കോമഡി പറയുമ്പോ പിന്നെ എങ്ങനെ ഷൈനാന്റെ കോമഡി പറയാതിരിക്കുന്നില്ല? എനിക്ക് ഐഡിയ കൊടുക്കാം. നല്ല ഇത്രയും കോമഡി അതുകൂടി ഒന്ന് പറയട്ടെ. ചാക്ക ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. ഒരുപാട് തമാശകൾ പറയും. ഞങ്ങള് ഒരുപാട് അങ്ങനെ തമാശകൾ പങ്കുവച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ തുടക്കകാലത്ത്. ഇനി നമുക്ക് അതിന് മുമ്പ് സാർ നമുക്ക് ഇന്ന് ഇവിടെ ഷൈൻ ചേട്ടനെ കുറിച്ച് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതും സാറിന്റെ മറ്റൊരു ശിഷ്യനാണ്, ഷൈൻ ചേട്ടന്റെ കൂട്ടുകാരനാണ്. ഞാൻ വേദിയിലേക്ക് മലയാള സിനിമയിൽ മറ്റൊരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഷിഖ് അബുവിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ആഷിഖിനെ ഇപ്പോൾ വിളിക്കാനൊരു കാരണം കൂടി ഉണ്ട്. പറഞ്ഞ സാർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം നേരത്തെ ലാലു പറഞ്ഞ മാതിരി ദിലീപ്, ലാലു, അക്കു, എബി, സെലിപ്പടിയത്ത്, സൂര്യൻ, അങ്ങനെ ഒരു നിരയുണ്ടായിരുന്നു. ആ നിര കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പില് 3 പേരായിരിക്കും. ഇവരൊരു ടീമായി മാറും. ആ ടീമായിട്ടാണ് പിന്നീട് എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കിടക്കുക, ഒരുമിച്ച് ലൊക്കേഷനിൽ വരിക, അങ്ങനെ പോകുന്ന ഒരു ടീമുണ്ടാവും. അങ്ങനെ ലാൽ ജോസിന്റെ ടീമിന് ശേഷം വന്ന ഒരു ടീമാണ് ആഷിഖ്, ഷൈന്, പിന്നെ സുഗീത്. ഓർഡിനറിയുടെ സംവിധായകൻ സുഗീത് ഉണ്ട്. സുഗീതിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. സുഗീത് ഇപ്പൊ സ്ഥലത്തില്ല, ദുബായിലാണ്, അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല സുഗീതിന്. പിന്നെ ഹരീഷ് ഒരുപാട് സിനിമയിൽ ഇതുപോലെ എൻ്റെ കൂടെയും അതിനുശേഷം ആഷിഖിന്റെയും ഒക്കെ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അവരൊക്കെ നമുക്ക് വേദിയിലേക്ക് വിളിക്കണം. അതിന് മുമ്പ് തീർച്ചയായിട്ടും ഷൈനെ കുറിച്ച് വീഡിയോ കാണുമല്ലോ. അതിന് മുമ്പ് എന്തായാലും ആഷിഖ് സാറിന്റെ സംസാരം എന്താ പറയുന്നത് നമുക്കെന്ന് പറയാം. കൂട്ടുകാരനെ കുറിച്ച് കൂട്ടുകാരൻ എന്ത് പറയേണ്ടത് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെയാണ്, ഇതൊരു ഫാമിലി ഫംഗ്ഷൻ പോലെ ആണ് തോന്നുന്നത്. ഔപചാരികമായിട്ടൊന്നും തന്നെ പറയാൻ തോന്നുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ കമൽ സാർ പകർന്നുണ്ടെങ്കിൽ അത് മനുഷ്യ സ്നേഹമാണ്. അത് എല്ലാ കാലത്തും ഓർത്തു വെക്കാൻ പറ്റിയ രീതിയിലുള്ള മൊമെന്റ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചീത്തവിളി ഓബിയസ്ലി ഉണ്ട്, അത് ഏറ്റവും അറ്റത്തെത്തുമ്പോഴേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് സ്നേഹം തന്ന് വളർത്തിയ ഗുരുനാഥന് വലിയ നന്ദി. അതുപോലെ ഷൈൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ കൂടെയാണ് വന്നത്. അതിന് ശേഷം സമീറിൻ്റെ കൂടെ പോയി. അപ്പോൾ ഷൈനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കുകയും ഇന്ന് 100 സിനിമകളിൽ തിരഞ്ഞു നിൽക്കുന്ന ഒരു മലയാളത്തിൻ്റെ ഹീറോ ആയി മാറിയതും സാറിൻ്റെ പടത്തിൽ തന്നെ. അത് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാഹചര്യം സംസാരിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഇമോഷണലാണ്. അപ്പോൾ സന്തോഷം സാർ. ഈ സിനിമ സാർ എഴുതണം. എപ്പോഴും സാറിൻ്റെ സിനിമകൾ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. സാർ എഴുതും. അപ്പോൾ സാർ എഴുതിയ സിനിമയാണ്. ഉറപ്പായിട്ട് ഈ സിനിമ വലിയ വിജയം നേടട്ടെ. ഷൈനും ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്മകളും വിജയങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരു കാര്യം പറയാനുണ്ട്. ഒന്നുമല്ല, എല്ലാവരും പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ചിത്രിക്കും വഴക്ക് പറയുന്നത്. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എൻ്റെ സിനിമയിൽ അഭിനയിക്കാത്ത നായികമാരൊക്കെ പേടിച്ചിരിക്കുകയാണ്.
മനസ്സിലായില്ലേ? സാർ മുടി വലിച്ചു എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വിളിക്കാതിരിക്കുന്നില്ല പടത്തില്. കാരണം അറിയോ, ഇത് ഒരു കൂടുതൽ ഉണ്ടാക്കി പറയുന്ന ഒരു കഥയാണ്. കാരണം ഒരു കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. സെറ്റില് എന്ത് തമാശയും പറയുന്നത് വരുന്നത്. സുഖമൊക്കെ എൻ്റെ കൂടെ എത്ര പടം വർക്ക് ചെയ്താൽ മനോജ് പിള്ള എന്നെക്കാൾ വലിയ ചൂടാണ്. സുഖം ഞാൻ എത്ര ചൂടാക്കി കഴിഞ്ഞാലും ഒരു അക്ഷരം കൊണ്ടില്ല, മനസ്സിലായില്ല. പക്ഷെ മനോജ് പിള്ള ഞങ്ങൾ രണ്ടുപേരും ചൂടന്മാരാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ എപ്പോൾ ചൂടാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യില്ലാന്ന് തോന്നിക്കഴിഞ്ഞാലാണ് ചൂടാവുക. എന്ത് കാര്യമായാലും ചിലപ്പോൾ നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ പണ്ട് അതൊരു ചെറിയൊരു തുടങ്ങി പറഞ്ഞിട്ട് പണ്ട് ഞാൻ ഉണ്ണിമേരി എന്ന് പറഞ്ഞത് ഏതുവരെ എല്ലാവർക്കും അറിയാലോ. ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഉണ്ണിമേരിക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുക. സാർ പടം ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഉണ്ണിമേരിക്ക് എന്റെ ബോധ്യപ്പോക്കില്ല ഡയലോഗ് ശ്രദ്ധിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാനൊക്കെ ചീത്ത പറഞ്ഞു. അത് ഞാനൊന്ന് അസിസ്റ്റന്റ് ഡയറക്ടർമാരൊന്നും വലിയ നായികമാരെ ചീത്ത പറഞ്ഞില്ല. ഡയലോഗ് അറിയാലോ. ഞാൻ കുറച്ച് കാരണം സാർ വളരെ സൗകര്യമായിട്ടുള്ള ഹെഡ് മാസ്റ്ററാണ് സാറ്. സെറ്റില് ഒരാൾ സംസാരിക്കുക പോലും ഇല്ല, അങ്ങനത്തെ ഒരു സെറ്റാണ്. ഞാൻ ചൂടായി. അപ്പൊ അന്ന് തുടങ്ങിയാണ് ഈ ശീലം. അപ്പൊ അറ്റൻഡ് ചെയ്യല്ല, ശ്രദ്ധിക്കില്ല എന്നുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ചൂടാവുള്ളൂ. എല്ലാ സമയത്ത് ഞാൻ ചൂടാവില്ല, മുടി പറിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ 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 താങ്ക് യു സാർ. സാർ മുടി പറിക്കുന്നില്ല എന്നുള്ളതാണ് തല നോക്കിയത്. ഓക്കെ, എന്തായാലും നമ്മള് ഷൈൻ നമ്മൾ എന്ന് പറയുന്ന സിനിമയിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നത്. അങ്ങനെ ഷൈൻ്റെ ശരിക്കും ഒരു ആദ്യത്തെ സിനിമ എന്ന് പറയാവുന്നത് ഗന്ധാമയാണ്. ആ ഗന്ധാമ ഷൂട്ട് ചെയ്തിട്ടുള്ള വേദി വെച്ചിട്ടാണ്. അപ്പോൾ അത് അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിരുന്നു ഷൈൻ. ഇവിടെ മരുഭൂമിയിലായിരുന്നു. പാഷനും ഡെഡിക്കേഷനും ഉള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാമ്പാട് മജൂസിനെ ഒട്ടും ഉറച്ച ടീമാണ്. ഫിറോസാണ് കേട്ടോ, അറിയാലോ. ഒരു ചരിത്ര മുഹൂർത്തത്തിൽ നമ്മൾ സാക്ഷികളാകാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഈ ഒരു ദിവസം എല്ലാവരും പറഞ്ഞു നമ്മുടെ ഇത് കമൽ സാറിന്റെ കുടുംബത്തിന്റെ ഒരു ദിവസമായി മാറി. വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രം നമ്മൾ എല്ലാവരും കുടുംബമായി ഏറ്റെടുത്തിരിക്കുന്നു. സാറിന്റെ പ്രിയപ്പെട്ട ആ ശിഷ്യരെ എല്ലാവരും ഒന്നിച്ച് ഒരേ വേദിയിൽ നമ്മൾ നിർത്താൻ പോവുകയാണ്. ഞാൻ ഓരോരുത്തരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാരണം ഇവരൊക്കെ മലയാള സിനിമയിൽ ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തവരാണ്. അപ്പൊ ഞാനത് എല്ലാവരെയും ഒരുപോലെ ആദരവോടെ തന്നെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കമൽ സാറിന്റെ ശിഷ്യന്മാരായ സലീം പടിയത്ത് ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കൈയടി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ലാൽജോസ് സാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അക്കു അക്ബറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എബി ജോസിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരീഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കൈയടി കൊടുക്കുക. ഇവരൊക്കെ കമൽ സാറിന്റെ ശിഷ്യഗണത്തിൽ നിന്ന് നമുക്ക് മലയാള സിനിമയിൽ സൂപ്പർഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയുടെ കൂടെ ചീഫ് അസോസിയേറ്റ് കൂടിയായിരുന്ന നമ്മുടെ ബഷീർ കാഞ്ഞങ്ങാടിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആഷിഖ് അബു ഞാൻ ആ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സൗമിനികയെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സന്തോഷ് കൈതപ്രത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളുടെ നെഞ്ചോട് ചേർത്ത ആ സിനിമ നമുക്കറിയാം, രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജിത്തുവിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൈയോടുണ്ട് എല്ലാവരും ചേർന്നു. യതീന്ദ്രനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഖിലിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി വിളിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിവേകാനന്ദൻ സാറിന്റെ സ്വന്തം ശിഷ്യൻ വിവേകാനന്ദനെ കൂടി ഞാൻ വേദിയിലേക്ക് ഇവിടെ ഷൈൻജനെ കൂടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ശിഷ്യഗണങ്ങൾ ആണ് സാറിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇവർക്ക് ഒരു നിറഞ്ഞ കൈയടി കൊടുക്കണം. കാരണം ഇപ്പൊ ദിലീപേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ എല്ലാവരും കുറച്ചുപേരുകൂടി സാറിന്റെ ശിഷ്യഗണങ്ങൾ വരാനുണ്ട്. എന്തായാലും ഇവര് ചേർന്ന് സാറിന്റെ ഒരു കുടുംബമാണിത്. എനിക്ക് തോന്നുന്നു സാറ് എന്തായാലും സാറായിരിക്കും സംസാരിക്കുക, അതോ ശിഷ്യഗണങ്ങളിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും? ഞാൻ സംസാരിക്കേണ്ട പ്രത്യേകിച്ച് അല്ലേ, കുറെ കാര്യങ്ങൾ പറഞ്ഞു.
എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഇനിയും അപ്പം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിലും വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ ഓരോ കാലഘട്ടത്തിൽ പല ബാച്ച് ഉണ്ട്, ഇനി വരാത്ത ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ ആദ്യത്തെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ വിജി തമ്പി ആയിരുന്നു. വിജി തമ്പി താഹ പറക്കുതലയുടെ ഡയറക്ടർ എന്ന താഹ അവരൊക്കെ ആയിരുന്നു ആദ്യത്തെ സിനിമയിൽ. ഉണ്ണികളൊരു കഥ പറയാൻ മുതലാണ് സൂര്യൻ കുരിശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഉണ്ട്. അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടില്ല, അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സൂര്യൻ കുരിശ്ശേരിയാണ്. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഏറ്റവും കൂടുതൽ സിനിമയിൽ വർക്ക് ചെയ്തു. മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇതുപോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 25-ാം വർഷം ഞാൻ സംവിധായകനായതിനു ശേഷം 25-ാം വർഷം വർഷം ഓർമ്മയില്ല, കുറച്ച് അത് മുമ്പ് എല്ലാ അസിസ്റ്റൻസിനെ വിളിച്ച് ഞാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളെ കൂടി ഇതിന് സമയത്ത് പറയണം, നമ്മുടെ സിദ്ദീഖ് ഡയറക്ടർ സിദ്ദീഖിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. കാക്കോത്തിക്കാവിലെ സിദ്ദീഖ് കാക്കോത്തിക്കാവിലെ എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ബാബുവിനറിയാം, ബാബുഷാരുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം നമ്മളോട് പോയില്ല. അത് നമുക്കൊരു വലിയ വേദനയാണ്. സിദ്ദീഖ് ഇല്ല എന്നുള്ളത് വലിയൊരു വേദനയാണ്. അന്ന് സിദ്ദീഖ് അടക്കം ദിലീപ് അടക്കം ഇവരെല്ലാവരും ഉള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് എന്താണ് ഗോവിന്ദൻകുട്ടിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താണ് അതായിരുന്നു വെച്ചിട്ടൊരു സ്റ്റേജ് ഞാൻ മറന്നുപോയതാണ്. അതിൽ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്നു. അവസാനം ഗോവിന്ദൻകുട്ടി ചോദ്യം ചോദിച്ചു, സാർ ഇത്ര എസൻസ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടമായിരുന്നു ചോദിച്ചു. ആ ചോദ്യം ഒരു വല്ലാത്ത പ്രശ്നമാണല്ലോ. അതിന് ഏറ്റവും ഇഷ്ടമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മുഖത്തേക്ക് എല്ലാവരും നോക്കും. അപ്പൊ ദിലീപ് ഇങ്ങനെ പറഞ്ഞു, എന്നെ പറഞ്ഞില്ല, എന്നെ പറഞ്ഞു. ഞാനിവരെല്ലാവരും നോക്കിയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ സൂര്യൻ കുരിശ്ശേരി. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ പറഞ്ഞതിന്റെ കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ളത് സൂര്യൻ സാറാണ്. കാരണം സൂര്യൻ അറ്റൻഡ് ചെയ്യാനുള്ളതല്ല, സൂര്യൻ എന്നുള്ള പേര് പോലെ തന്നെയാണ്. ലൊക്കേഷനിൽ ഏറ്റവും ആദ്യം വരുന്നത് സൂര്യനായിരിക്കും. അല്ല ആര് വന്നിട്ടില്ലെങ്കിൽ സൂര്യൻ ഫയലൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് വരും, മനസ്സിലായില്ലേ? ആ കാര്യത്തിൽ ജോലി ഇവർക്കൊക്കെ അറിയാം. എല്ലാ കാര്യത്തിലും പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എവിടെയോ ഒരു ഇതുണ്ട് എന്നെ ഒന്ന് ചീത്തക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലും ടെൻഷൻ അടിക്കാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാണുന്നത് സൂര്യനായിരിക്കും. ഇവരൊക്കെ മുങ്ങിക്കളെ അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ സൂര്യനെ അങ്ങനെ ഏറ്റവും കൂടുതൽ ചെയ്തതായിട്ട് ആളല്ലാണ്ട് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ആണെന്ന് പറഞ്ഞു വരെ സൂര്യന്റെ അവരുടെ സൂര്യനും കിട്ടിയിട്ടുണ്ട്, സൂര്യ കൂടിയില്ല. അങ്ങനെ ഒരുപാട് തമാശകൾ ഞങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, എല്ലാ പടത്തിന്റെയും ഷൂട്ടിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് പാക്കപ്പ് ദിവസം ഇവരെല്ലാവരും കൂടി എന്നെ ഇമിറ്റേറ്റ് ചെയ്യും. എന്നെ മാത്രമല്ല സെറ്റിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ദിലീപൊക്കെ മിമിക്രിയാണല്ലോ. അപ്പൊ ദിലീപ് എല്ലാവരും ഞാൻ എന്തൊക്കെ സെറ്റിൽ ചെയ്തു ഇതൊക്കെ ഞങ്ങളൊരു കൂടുന്ന പരിപാടിയുണ്ട്. അതിലൊരാളുണ്ടായിരുന്നു കുഞ്ഞോമ എന്നാണ് പുള്ളി. ഇവരൊക്കെ കുഞ്ഞിക്കാന്ന് വിളിക്കുന്ന ഒരാളാണ്. എല്ലാ സിനിമയിലും ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ് പുള്ളി. എന്താണ് ആ സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയില്ല, ഇവർക്കും അറിയില്ല. കാരണം എല്ലാ ജോലിയും ചെയ്യും. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മിക്കവാറും സിനിമ പടത്തിൽ എല്ലാവരുടെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞോമത് ഇപ്പം നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അവരുടെയൊക്കെ വേർപാട് നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഷൈനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒപ്പം ഞാൻ തന്നെ അത് പറയാതാണ് നല്ലത്. കാരണം 3 ക്യാമറമാരോട് ഇരിക്കുന്നു. പ്രകാശിന് ഇതുവരെ കണ്ടിട്ടില്ലേ? ഉണ്ടോ? അവരില്ല. അതുകൊണ്ടാണ്. അതായത് ആദ്യത്തെ സിനിമ ഷൈൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിലാണ്. നമ്മൾ എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറാമാനാണ് പി സുകുമാർ. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യപൂർവ്വം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഷൈൻ ടോം ചാക്കോ. ആദ്യമായി അസിസ്റ്റന്റ് ആയി കമൽ സാറിനോട് വർക്ക് ചെയ്ത ആ പടത്തിന്റെ നമ്മൾ എന്ന ചിത്രത്തിന്റെ ക്യാമറമാനാണ് പി സുകുമാർ സാർ. അത് മാത്രമല്ല, അത് പറയണില്ലേ, ഏറ്റവും കൂടുതൽ പക്ഷേ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പി സുകുമാറായിരുന്നു. എൻ്റെ ഏറ്റവും കൂടുതൽ പടങ്ങളിൽ ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ള പി സുകുമാറാണ്. എൻ്റെ നമ്മളെപ്പോഴും പറയില്ല, നമ്മൾ ക്യാമറാമാൻ നമ്മുടെ കണ്ണാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ കൂടുതൽ ഒരാളാണ് പി സുകുമാർ. അദ്ദേഹത്തെ ഞാൻ നിറഞ്ഞ കൈയെടുത്തോണ്ട് നമുക്ക് സുകുമാർ സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് ഗദ്ദാമ എന്ന് പറയുന്ന സിനിമയുടെ ക്യാമറാമാൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ഷൈൻ അഭിനയിച്ച ഒരു ക്യാരക്ടറിനെ ആദ്യമായിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന ക്യാമറാമാൻ മനോജ് പിള്ള. മനോജ് പിള്ളയെ ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര ചൂടാണ്. ഞങ്ങൾ രണ്ടുപേരും ആ രീതിയിൽ. ഷൈൻ ടോം ചാക്കോ ആദ്യമായി അഭിനയിച്ച ഗദ്ദാമ എന്ന ചിത്രത്തിന്റെ ക്യാമറമാനാണ്. മനോജ് പിള്ളയെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈ കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി 100ാമത്തെ സിനിമയുടെ ക്യാമറാമാൻ ക്യാമറാമാൻ പ്രകാശ് വേലാതിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ 3 പേര് ക്യാമറ ചെയ്ത ആൾക്കാർ പല രീതിയിൽ. പിന്നെ എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും ഉണ്ട്. സാറേ, എനിക്ക് ചെറിയൊരു കാര്യം, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ഷൈൻ ചേട്ടന്റെ വളർച്ച 3 പേരും 3 രീതിയിൽ കണ്ടതാണ്. ഒന്ന് അസിസ്റ്റന്റ് ആയി വന്ന സുകുമാർ സാറിന് അറിയാം. സാർ ഒന്ന് മുന്നോട്ട് ഒരു വാക്ക്. നമസ്കാരം. ഓക്കെ, ഷൈൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മൂവി നമ്മൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം ഞാൻ സർപ്രൈസ് ആയത്
അവസാനം 48 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതിൽ 19 പടം ഞാൻ ചെയ്തിരിക്കും. അരപ്പടം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാനിടയ്ക്ക് എനിക്കൊരു ആക്സിഡന്റ് ആയി, അതുകൊണ്ട് ഞാൻ പകുതി പടമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലാണ് ഷൈൻ ആദ്യം വന്നത്. അപ്പോൾ കങ്കാ ഷൈൻ, എല്ലാ ആശംസകളും. 100 സിനിമ ഷൈൻ ചേട്ടൻ. താങ്ക് യു. ഇനി ഗദ്ദാമ എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിച്ചത്. അതിൽ മനോജ് സാർ എന്തെങ്കിലും പറയേണ്ടത് ഉറപ്പായിട്ടും പറയും, പ്രത്യേകിച്ച് ദുബായിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തപ്പോ. ഷൈനെ പറ്റി പറയാൻ ഒരുപാടുണ്ട് പറയാൻ. അതിലൊരു കാര്യം പറഞ്ഞു, അതിലൊരു കാര്യം വിവേകാനന്ദൻ വൈറലാണ്. പടം 3 ദിവസം ഓടട്ടെ. താങ്ക് യു സാർ. ഓക്കെ, അങ്ങനെയാണ് 100ാമത്തെ ചിത്രത്തിന്റെ ക്യാമറമാൻ എന്തായാലും സാറിന് പറയാനുണ്ടാവും എന്തെങ്കിലും? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കമൽ സാറിന്റെ കൂടുതൽ എക്സ്പീരിയൻസ് ഒരു മാസ്റ്റർ ക്ലാസ്സും ഒരു യൂണിവേഴ്സ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഇനിയുള്ള നോട്ടിലെ യാത്രയിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ഹിറ്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ റീസെന്റ് ആയിട്ടൊരു ഹിറ്റ് ഇല്ലാതെ ഞാൻ പടം ചെയ്തിട്ടുണ്ട് 2017 മെക്സിക്കൻ അബാസ് ചെയ്തിരുന്നു. അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം റീസെന്റ് ആയിട്ട് ഹിറ്റ് ഇല്ലാതെ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗിരീഷ് ചേട്ടനാണ്, ഗിരീഷ് കൊടുങ്ങല്ലൂർ. അപ്പൊ അങ്ങനെയുള്ള എന്നെ വർക്ക് ചെയ്യാനായിട്ട് സാറും ഭയങ്കരമായിട്ട് സപ്പോർട്ടിംഗ് ആയിരുന്നു. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു സിനിമ വർക്ക് ചെയ്തതിന്റെ ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ആയിരുന്നു സത്യം പറയുന്ന സിനിമ കഴിഞ്ഞു. അത് സത്യത്തിൽ ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ട് തോന്നുന്നു. താങ്ക് യു സർ. ഈ നമുക്കറിയാം, വിവേകാനന്ദൻ വൈറലാണെന്ന ചിത്രത്തിന്റെ 2 പ്രൊഡ്യൂസർമാരെ ഞാൻ ഒരിക്കൽ കൂടി എന്ന വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ നസീം നെടിയത്ത് ആൻഡ് PS ശൈലരാജ്, രണ്ടുപേരെയും അതിനുള്ള സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ വിവേകാനന്ദൻ വൈറലാണെന്ന ഷൈജയുടെ 100ാമത്തെ ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ആർട്ടിസ്റ്റുകളെ ഒക്കെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് ഈ ചിത്രത്തിൽ പ്രവർത്തിച്ച എല്ലാവരും, സാങ്കേതിക പ്രവർത്തകരും ഒക്കെ ആർട്ടിസ്റ്റുകളും ഒക്കെ ഒന്ന് പെട്ടെന്ന് വേദിയിലേക്ക് വരിക. ഇനി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാം. സാങ്കേതിക പ്രവർത്തനം വെച്ചാൽ അതിന്റെ പിന്നണിയിലൊക്കെ പ്രവർത്തിച്ചവർ, ക്യാമറയുടെ അസിസ്റ്റന്റ് ക്യാമറമാൻമാരാവാം, പ്രൊഡക്ഷനിലുള്ളവർ, ഗിരീഷ് പ്ലീസ്, പ്രൊഡക്ഷനിലുള്ളവരാകാം, ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ചിത്രത്തിൽ പ്രവർത്തിച്ച എല്ലാവരും ഒന്ന് വേദിയിലേക്ക് വരിക. അടുത്തതായിട്ട് ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നത്, ഞാൻ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. കാരണം ഷൈനെ ഇപ്പം നമ്മളെല്ലാവരും കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ള വാക്കുകൾ ആദരിക്കുന്ന പറയുന്നത്. ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഞാനിപ്പോ ഒരുപാട് ചേർത്ത് പിടിച്ചു, അതല്ല, പിന്നെ ഷൈൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഷൈനെ ആദരിക്കാൻ ഏറ്റവും യോഗ്യം ഞാൻ വിചാരിക്കുന്നത്. ആദരിക്കുന്ന വാക്കല്ല, ഷൈനെ എന്താ പറയുക, ചേർത്ത് പിടിക്കുന്നതിന് അത് വേറെ ആരുമല്ല, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ CP മലയിലാണ്. സിനിമ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഞാനും CP മലയിലും ഒരുമിച്ച് ഞങ്ങളുടെ സിനിമ യാത്ര തുടങ്ങിയവരാണ്. ഒരേ കാലത്ത് സിനിമയിൽ വന്നാണ്. 2 വഴി കൂടി വന്നത് മാത്രമേ വഴി കൂടി വന്ന് ഞങ്ങൾ പലതവണ കൂട്ടിമുട്ടുകയും ഏകദേശം ഒരേ മനസ്സോടെ ഒരേ രീതിയിലുള്ള ഒരുപാട് സിനിമകൾ ഞങ്ങൾ ചെയ്യുകയും പരസ്പരം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്തും ഷൈൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഷൈൻ ഒരുപക്ഷെ സിനിമയിൽ ഉണ്ടാവുമോ എന്ന് തോന്നുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഷൈനെ ചേർത്ത് പിടിച്ച് ഷൈന് വലിയൊരു അവസരം കൊടുത്ത ഒരാളാണ് സിനിമയിൽ. ഷൈന് ഒരുപക്ഷെ ഇതിഹാസത്തിന് ശേഷമായിരിക്കും അല്ലേ ഷൈൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ. ഈ സിനിമയല്ല ഷൈൻ നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അല്ലേ, സിനിമയാണ്, സൈകൾ പാടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ്. സിബി പറയും ഷൈൻ്റെ സിനിമയിൽ വീണ്ടും സജീവമാക്കുകയും നായകനായിട്ട് അഭിനയിപ്പിച്ച CP മലയിൽ. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് സിബിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സിബിയോട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, സിബി അവസാനം സംസാരിക്കാം മതി കേട്ടോ, കാരണം ഈ കാര്യങ്ങൾ പറയണമല്ലോ സിബിക്ക്. അപ്പോൾ ആദ്യം നേരത്തെ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ സിബിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അവസാനത്തേക്ക് സിബിയുടെ വാക്കുകൾ. എന്തായാലും 2 വാക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇവിടെ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് CP സാറിന് നമ്മുടെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഈ ഒഫീഷ്യൽ ചടങ്ങിലേക്ക്, ഈ 100ാം സിനിമയിലേക്ക് നമുക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടിയോടെ നമുക്ക് CP സാറിനെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. കമല പറഞ്ഞ പോലെ ഒരേ കാലഘട്ടത്തിൽ, കമലിനേക്കാൾ 1 വർഷം മുൻപാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുടെ ദിവസമാണ്. 39 വർഷങ്ങൾക്ക് മുൻപ് 1985 ജനുവരി 9-ാം തീയതിയാണ് ഞാൻ ആദ്യം ഒരു ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് സ്റ്റാർട്ടും കട്ടും പറയുന്നത്. മുത്താനെന്ന് പേര്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നല്ല ദിവസമാണിത്. സാധാരണ മലയാള സിനിമയിൽ ഒരുപാട് ഇരട്ട സംവിധായകരുണ്ട്. സിദ്ദിഖ് ലാൽ, അനിൽ ബാബു, റാഫി മുക്കാട്ടിൻ തുടങ്ങിയ ഒരുപാട് പേര്. അവരെല്ലാം ഒരുമിച്ച് സിനിമകൾ ചെയ്തവരാണ്. ഒരുമിച്ച് സിനിമകൾ ചെയ്യാത്ത ഇരട്ട സംവിധായകരാണ് ഞങ്ങൾ.
കാരണം ഞങ്ങളെ തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ഫെസ്റ്റിവലിലും പോകുന്ന രണ്ടുപേരാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിലായിരിക്കും താമസിക്കുക, ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമകൾ കാണുക, ഒരുമിച്ചാണ് യാത്ര ചെയ്യുക. അക്കാഡമിയിൽ കപ്പൽ ചെയർമാൻ ഞാനതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് ആ യാത്രകൾ ഒന്നിച്ചാണ്. അപ്പോൾ ആൾക്കാർ എവിടെ പോയാലും തിരുവനന്തപുരം തൊട്ട് എറണാകുളവും തിരിച്ചുള്ള യാത്രകളൊക്കെ ഹോട്ടലുകളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഇവരെല്ലാവരും കാണുന്നത് ഞങ്ങളെ രണ്ടുപേരെയും. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേര് നാട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഫെസ്റ്റിവലിൽ വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഇവർ ഇരട്ടകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ആത്മബന്ധമുള്ള സിനിമയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങളെല്ലാം ഈ സിനിമയുടെ അദ്ദേഹം ചെയ്ത സിനിമകളിലേക്ക് കഥകൾ ആദ്യം പങ്കുവെക്കുന്നത് ഞാനുമായിട്ടാണ്. ഈ സിനിമയുടെയും കഥ പൂർത്തിയാക്കിയ ശേഷം എന്നോടാണ് പറയുന്നത്. അത്തരത്തിൽ ഇതിൻ്റെ പൂജ, ഇതിൻ്റെ വിളക്ക്, സിനിമയുടെ വിളക്ക് കൊളുത്തിയ തുടങ്ങിയ എല്ലാ ഇതിൻ്റെ ഈ നിമിഷത്തിലും ഇതിൻ്റെ ഭാഗമായി നിൽക്കുവാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായതിൽ വളരെ സന്തോഷം. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷൈനെ വെച്ചിട്ട് ആ സിനിമയിലേക്ക് ഞങ്ങൾ റസാഖാണ് ആ സിനിമ എഴുതുന്നത്, സൈകൾ പാടുകയാണ്. അപ്പോൾ ഷൈനെയാണ് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ ടി വി വെക്കുമ്പോൾ കാണുന്ന വാർത്ത നമ്മൾക്കെല്ലാവരും പറയാം, ഷൈൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് ഷൈനെ കൊണ്ടുപോകുകയുണ്ടായി. ആ സമയത്ത് എല്ലാവരും പതറി പോലെ ഞാനും റസാഖൊക്കെ ചിന്തിച്ചത് സിനിമ നടക്കുമോ, ഇനി മുന്നോട്ട് പോകുമെന്നാണ് കേട്ടത്. അപ്പോൾ കമലാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, സിബി ഷൈനെ ഈ സമയത്ത് കൈവിടരുത്. ഞങ്ങൾ കൈവിടില്ല, ഷൈനായിരിക്കും ഈ സിനിമയിൽ അഭിനയിക്കുക. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഷൈനും ഷൈൻ്റെ ഡാഡിയും കൂടെ ഞാൻ റസാഖിനെ വന്ന് നേരിട്ട് കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. ആ സിനിമയിൽ ഷൈൻ തന്നെ അഭിനയിക്കും എന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തു. ലൊക്കേഷനാണെങ്കിൽ ഷൈൻ ഒരിക്കലും ഷൈനെ നമ്മുടെ അടുത്ത് കാണില്ല. എപ്പോഴും ഞാൻ ഷൈൻ അവിടെ ഷോർട്ട് സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഷൈൻ എവിടെയെങ്കിലും മൂലയ്ക്ക് ഒരു കല്ലിൻ്റെ പുറത്തോ ഒരു തടിക്കഷ്ണത്തിൻ്റെ പുറത്തോ മാറി ഒരു നായകനോ സിനിമയിലെ നായകനോ ഒന്നും അല്ലാതെ എവിടെയെങ്കിലും പുറകിലിരിക്കുള്ളൂ. ബാസിലോട്ട് സമയം പിടിച്ചുകൊണ്ട് വരുന്നത്. ചില സമയങ്ങളിൽ ഒരു സീൻ പറഞ്ഞു കൊടുത്ത് വളരെ ഇമോഷണലായിട്ടുള്ള സീനാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഇതാണ് പൊസിഷൻ, ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷൈൻ പിന്നെ മണിക്കൂറുകളോളം ലൈറ്റപ്പ് ചെയ്ത് സമയം പെട്ട് അവിടെ തന്നെ ഇരിക്കും, മാറുകയില്ല. ഇത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള, ഇത്രമാത്രം പണ്ടൊക്കെ ഗോപിച്ചേട്ടനൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇതോട് കൊടിയേറ്റം ഗോപിച്ചേട്ടനൊക്കെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരെ അന്നൊക്കെ കണ്ടിരുന്നു. പക്ഷെ പുതിയ തലമുറയിൽ നമുക്ക് ആരെങ്കിലും കാണാൻ കഴിയും. പക്ഷെ ഷൈൻ ആ രീതിയിൽ ആ കഥാപാത്രത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ കഥാപാത്രമായിട്ട് മാറുന്നത് എന്നെ ഞെട്ടിപ്പിച്ച അനുഭവമാണ്. ഞാനൊരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംവിധായകരും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി കാലഘട്ടത്തിലുള്ള എല്ലാ പ്രഗത്ഭരായ ആക്ടർമാരോടൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ് ഞാനും കമലൊക്കെ. പക്ഷെ ആ കൂട്ടത്തിൽ ഈ പുതിയ തലമുറയിൽ നിന്ന് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു പെർഫോമറെ കാണുക എന്നുള്ളതാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത്. അതിഗംഭീരമായ ഒരു പെർഫോമറാണ് ഷൈനെ ഈ 100-ാം ദിവസം, ഈ 100-ാം ചിത്രത്തിൻ്റെ ഈ വേദിയിൽ വെച്ചിട്ട് കമലിൻ്റെ തന്നെ ആദ്യത്തെ സിനിമയിൽ തുടങ്ങി കമലിൻ്റെ സിനിമയിൽ തന്നെ 100-ാം ദിവസം 100-ാം ചിത്രം അഭിനയിക്കാനുള്ള അവസരം, അത് ആഘോഷിക്കാനുള്ള അവസരം എല്ലാം ഒരുക്കിയ ഈ വലിയ സന്ദർഭത്തിൽ ഇതിനോട് മനസ്സ് കാണിച്ച കമലിന്, ഈ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം. വലിയൊരു വിജയമായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നന്ദി. താങ്ക് യു സാർ. ഇനി ആ ചരിത്ര നിമിഷത്തിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വിശിഷ്ടാതിഥികൾ, അതുപോലെയുള്ള എല്ലാവരും ഒന്ന് ഇതിലേക്ക് കടന്നു വരിക. ഓക്കെ, നമ്മുടെ ബിജുപാലേട്ടനും ഹരിസാറും നമ്മുടെ കോംപ്രമൈസേഴ്സ് അത് മാത്രം പോലെ ഇവരെ വേണ്ടേ? ഡാഡി മമ്മി നിങ്ങൾ കൂടി വരും, രണ്ടുപേരും വരും. കൈഡി കൊടുക്കാൻ സൈലന്റ് ആയിട്ട് നമ്മുടെ ഒരു ചരിത്ര നിമിഷമാണിത്. ഇവിടെ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ ഈ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നിമിഷം സിബിസാറാണ് ആദരിക്കുന്ന, മൊമെന്റോ നൽകിയാണ് ആദരിക്കുന്നത്. സിബിസാറിന് അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ഒപ്പം അപ്പച്ചനും അമ്മച്ചി ഒന്ന് മുന്നോട്ട് വരണം. എനിക്ക് ചെറുപ്പം മുതലേ പടത്തിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് നടന്ന സമയത്ത് അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ, റീൽസൊന്നും. അപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങൾ, അതായത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു, മോനിഷ, വിനീത്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപ്രസംഗമൊക്കെ പഠിക്കാൻ തുടങ്ങിയത്.
അന്ന് മുതൽ എന്നെ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. പൊന്നാനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്ട് കിട്ടുകയാണെങ്കിൽ മത്സരിക്കുള്ളൂ. മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മളെ മോണാക്ട് പഠിപ്പിച്ച് ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം എനിക്ക് അറിയില്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവിടെ നിന്ന് പുറത്തേക്ക്. അവസാനം മലയാളത്തിൽ എന്നെ വന്ന് ചേർന്നു 9ാം ക്ലാസ്സിൽ. അപ്പോൾ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പിന്നീട് മോണാക്ട്, കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ച ഉണ്ണികൃഷ്ണനായിട്ടാണ്. നാടകം. താങ്ക് യു. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക. എല്ലാവരും ഒന്ന് മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെയും കമൽ സാറിന്റെ അടുത്തേക്ക് നിൽക്കുക. എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കുക. സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ചേട്ടനെ നമ്മൾ ആദരിക്കുക. എല്ലാവരും ചേർന്നേക്ക്. ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടു കൂടി, സ്നേഹത്തോടു കൂടി വിവേകാനന്ദൻ വയലാണ് എന്ന ഈ ചിത്രത്തിന്റെ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ ഇവിടുത്തെ 2 മലയാളത്തിന്റെ പ്രിയ സംവിധായകർ 2 പേരും ചേർന്ന് ആദരിക്കുകയാണ്. ഒപ്പം